ഇന്ന് നമുക്ക് വെറൈറ്റി പുട്ടുകൾ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചോളത്തിൻ്റെ പുട്ട് ഉണ്ടാക്കാം. ചോളത്തിൻ്റെ പുട്ടുപൊടി, ഡബിൾ ഹോസിൻ്റെ ചോളത്തിൻ്റെ പുട്ടുപൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ ഉപ്പിട്ടിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഈ പുട്ടുപൊടിക്ക് ആവശ്യമായിട്ട് നല്ല രീതിയിൽ കുതിരുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി അടുത്തത് ഏതാണെന്ന് വെച്ചാൽ റാഗീൻ്റെ പുട്ടാണ്. റാഗി പൊടി എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ ആ ഗ്ലാസ്സിലുള്ള വെള്ളം തന്നെ, ഉപ്പിട്ട വെള്ളം എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ബീട്രൂട്ട് പുട്ടുണ്ടാക്കാം. ഒരു ജാർ എടുത്തിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്ത് ഇടുക. ആ ഉപ്പിട്ട വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് അടിച്ചെടുത്തിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ സാധാരണ അരിപ്പൊടിയിൽ ആക്കിയിട്ട് ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ഇടൂലേ, ആ തേങ്ങ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശു നെയ്യിൽ നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ടതും അതിനൊപ്പം തന്നെ തേങ്ങയും കൂടി നല്ലോണം ഒന്ന് വാട്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടാണ് നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്ന സമയത്ത് അതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് വെക്കുന്നത്. അത് നമുക്ക് ഓരോ പുട്ടും ഉണ്ടാക്കാം. ആവിയിൽ വേവിപ്പിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ലതാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മൾ ഓരോരോ ധാന്യങ്ങളെ റാഗീൻ്റെയും ചോളത്തിൻ്റെയും എല്ലാം ആക്കുമ്പോൾ അതിലൊന്നും കൂടി ഗുണങ്ങൾ കൂടുക ചെയ്യാം. നമുക്ക് ഓരോ പുട്ടും തയ്യാറാക്കാം. ഫസ്റ്റ് തന്നെ ബീട്രൂട്ട് പുട്ട് തയ്യാറാക്കിയിട്ട് ഞാനിവിടെ എല്ലാം ഒരു ഇല വാട്ടിയിട്ട് അതിനകത്തേക്കാണ് ഇട്ടിട്ടുള്ളത്. നല്ലൊരു മണമായിരിക്കും അതിനകത്ത്. ആ ഇല വാടിയതിൻ്റെ വാഴയില വാടിയതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി നമുക്ക് ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാം. ആദ്യം തന്നെ പഴത്തിൻ്റെ ആ മിക്സ് ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ച പുട്ടുപൊടി ഇട്ടിട്ട് അതിന് മേലെയും കൂടി ആ പഴത്തിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് വേവിപ്പിച്ചിട്ട് നമുക്കെടുത്ത് വെക്കാം. പിന്നെ നമുക്കിനി റാഗീൻ്റെ പുട്ടും കൂടി ഉണ്ടാക്കാം.